നടൻ ജി കൃഷ്ണകുമാറിനെതിരെ വ്യാജ കേസ് കെട്ടിച്ചമച്ച വിഷയത്തിൽ ജാതീയമായി ജീവനക്കാരെ അധിക്ഷേപിച്ചിട്ടില്ല എന്ന് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ. തട്ടിക്കൊണ്ടുപോയെന്ന വാദം തെറ്റാണ്. രാഷ്ട്രീയപരമായി മറുപടി പറയുന്നില്ല. ആരോ ഇതിന് പിന്നിൽ ഉണ്ടെന്നാണ് കരുതുന്നതെന്നും ഗൂഢാലോചന നടക്കുന്നുണ്ടാവാമെന്നും ദിയ കൃഷ്ണ ജനൻ ടിവിയോട് പറഞ്ഞു. അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, എന്തായാലും ഒരു നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ ആരോ പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണല്ലോ ദിയ കൃഷ്ണ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ അഖിൽ. വിനോദ്, ഈ ആരോപണം വന്നതിനു ശേഷം പ്രതികൾ അല്പസമയം മുമ്പാണ് ഒരു പ്രതികരണം നടത്തുന്നത്. ആ പ്രതികരണം നടത്തുന്ന സമയത്തു തന്നെ പോലീസിന് നൽകിയ മൊഴിയിലും അതുപോലെ തന്നെ മാധ്യമങ്ങളോട് അതിനുശേഷം വന്നു പറഞ്ഞ കാര്യങ്ങളിലുമെല്ലാം തന്നെ ചില അവ്യക്തതകളുണ്ട്. പോലീസിന് നൽകിയ മൊഴിയിൽ അവരെ തട്ടിക്കൊണ്ടുപോയിരുന്നു, അവരെ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ട് ബലാത്കാരമായിട്ടാണ് അവരെ കൊണ്ട് ഇതൊക്കെ സമ്മതിപ്പിച്ചത് എന്നതായിരുന്നു അവർ പ്രധാനമായും ഒരു ആരോപണമായി ഉന്നയിച്ചിരുന്നത്. പക്ഷേ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അവർ സംസാരിച്ച് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ആ CCTV ദൃശ്യങ്ങളിലും മൊബൈൽ വിഷ്വലിലും ഒക്കെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിന്നിരുന്നു. ആ പശ്ചാത്തലം കൂടി നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു ജാതി അധിക്ഷേപം കൂടി നടത്തി എന്ന തരത്തിലൊരു പ്രതികരണം വരുന്നത്. ഇപ്പോൾ ദിയ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ദിയ, ഇതിലിപ്പോൾ പരാതിക്കാർ പ്രധാനമായും ആരോപിക്കുന്നത് ദിയയാണ് QR കോഡ് മാറ്റിവെച്ച് ഇൻകം ടാക്സിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിലേക്ക് വേണ്ടി അവരോട് ആവശ്യപ്പെട്ടത് എന്നതാണ് അവർ പ്രധാനമായും പറയുന്നത്. അത്തരത്തിൽ QR കോഡ് മാറ്റിവെക്കാൻ ദിയ ആവശ്യപ്പെട്ടിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ QR കോഡ് മാറ്റി വെക്കണമെങ്കിൽ തന്നെ അതെൻ്റെ കടയിൽ എനിക്ക് വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും കള്ളത്തരം എനിക്കുള്ള ഒരാളാണെങ്കിൽ QR കോഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ക്രിയേറ്റ് ചെയ്യില്ല. എനിക്ക് അവരോട് പറഞ്ഞാൽ മതിയല്ലോ, QR കോഡ് ഒന്നും അവിടെ വെക്കണ്ട, അതിനടുത്ത് നിങ്ങൾ വീട്ടിലോട്ടോ കാട്ടിലോട്ടോ വല്ലതും കളഞ്ഞിട്ട് നിങ്ങളുടെ ഫോൺ മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, എന്നാൽ ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു മെസ്സേജോ ഫോൺ കോളോ വോയിസ് നോട്ടോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡെങ്കിലും എനിക്ക് വേണ്ടി പറയുന്നതിൻ്റെ ഒരു തെളിവ് ഇവർ പ്രൊഡ്യൂസ് ചെയ്താൽ, ഓക്കെ QR കോഡ് എൻ്റെ അവിടെ വെക്കരുത് കേട്ടോ, ടാക്സിന് പ്രശ്നമാണ് എന്ന് ഞാൻ പറയുന്ന ഒരു ഫുട്ടേജ് ഇവരുടെ ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യട്ടെ, മീഡിയയുടെ മുന്നിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യട്ടെ. അത് കാണാൻ ഞാനും വെയിറ്റിംഗ് ആണ്. അതോടൊപ്പം തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, QR കോഡ് ഇങ്ങനെ മാറ്റിവെക്കുകയും എല്ലാ ദിവസവും അവർ ആ കാശെടുത്ത് ദിയെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്തരത്തിൽ കാശ് ഏൽപ്പിക്കുകയുണ്ടായിരുന്നു? ഇല്ല, ഒരു പ്രാവശ്യം പോലും ഇല്ല. അല്ല, ഒരു പ്രാവശ്യം ഇവരെ ഏൽപ്പിച്ചിരുന്നു. അത് എന്തിനാണെന്നും കൂടെ ഞാൻ പറയാം. 2 കസ്റ്റമേഴ്സ് അവിടെ വന്നവർ ക്യാഷ് തന്നിട്ട് പോയി ചേച്ചി എന്ന് ഇവരെന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ ക്യാഷ് എനിക്ക് തന്നുവിട് എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് ക്യാഷ് തന്നിട്ടുണ്ട്. അതെൻ്റെ അമ്മയാണ് മേടിച്ചത് ഒരു പ്രാവശ്യം ലൈഫിൽ. അത് 2000 രൂപ കണ്ടാന്ന് തോന്നുന്നു. അതല്ലാതെ ഇവർ ഈ പറയുന്ന ഡെയിലി ഈവനിങ് ഉള്ളൊരു ക്യാഷ് വിഡ്രോയിലാണെങ്കിൽ ഇവർ ATM പോയി ക്യാഷ് എടുക്കണമല്ലോ. അല്ലാതെ ഇവരെവിടെ നിന്ന് എനിക്ക് ക്യാഷ് തരും? കാരണം ഗൂഗിൾ പേയിൽ നിന്ന് ഇവർക്ക് ഫോണിൽ കൂടെ പേപ്പർ പ്രിൻ്റ് ആവില്ല. ഇവർ പോകുന്ന ATM ഏതാണ്, എല്ലാ ഈവനിങ്ങും ഇവരിൽ ആരാണ് ടേൺ എടുത്ത് വിഡ്രോ ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തെളിവും ATMലെ CCTV ഫുട്ടേജും ഇവരെനിക്ക് തരണം. പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് സമ്മതിക്കാം. പ്ലസ് എൻ്റെ അക്കൗണ്ടിൽ എല്ലാ ഈവനിങ്ങും ഇവർ ഈ തരുന്നത് എനിക്കൊരു കൂട്ടിച്ചേർത്ത് എൻ്റെ അക്കൗണ്ടിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ഇടണ്ടേ, എന്നാൽ അതിൻ്റെ തെളിവ് എല്ലാം ഇവർ പ്രൊഡ്യൂസ് ചെയ്യട്ടെ. മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ജാതീയമായി അധിക്ഷേപിച്ചു, കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ അടക്കം നിർത്തി ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ട്? അവിടെ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കസ്റ്റമറിൻ്റെ മുന്നിൽ ഞാൻ ഇവരുടെ ജാതിയോ മതമോ പറഞ്ഞ് ഇവരെ ഞാൻ റോങ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിട്ട് ഇവർക്ക് അറിയാമെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളിൽ ഒരാൾ ആ കസ്റ്റമർ ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഏതൊരു കസ്റ്റമർ ആയിരിക്കണം. ഒരാളെയെങ്കിലും ഇവർ കൊണ്ടുവരട്ടെ, എന്നിട്ടൊരു CCTV ഫുട്ടേജ് കാണിക്കട്ടെ. ഞാൻ അവിടെ നിന്ന് ഇവരുടെ ജാതി മതത്തിനെ പറ്റി മോശമായി പറഞ്ഞ്, ഇവരുടെ വീട്ടുകാരെ പറ്റി മോശമായി പറഞ്ഞ്, ഇവർ ഈ പറയുന്ന എല്ലാം കേൾക്കാൻ രസമുണ്ട്, നമ്മളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഉണ്ട്. പക്ഷെ നിങ്ങൾ എല്ലാവരും അവരുടെ മുമ്പിൽ പോയി നിന്നതാണ്, നിങ്ങൾ എല്ലാവരുടെയും ക്യാമറ അവിടെ ഉണ്ടായിരുന്നു. ഒരു തെളിവെങ്കിലും അവർ നിങ്ങളുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ എൻ്റെ അച്ഛൻ നമ്മൾ എന്നവിടെ FIR കൊടുത്തതിൻ്റെ റെസീപ്റ്റ് തെളിവ് കാണിച്ചു തന്നു. നമ്മുടെ കയ്യിലുള്ള തെളിവൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത്. ഇനി വേണമെങ്കിൽ ഫർദർ തെളിവ് തരാൻ നമ്മൾ റെഡിയാണ്, കാരണം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞു. അപ്പം നമ്മൾ തരാൻ റെഡിയായിട്ടിരിക്കുക. നമ്മുടെ എല്ലാം ഉണ്ട്, നിങ്ങൾ പകുതിയും കണ്ടു കഴിഞ്ഞു, കണ്ടും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇവർ ഒരെണ്ണം പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ATM കയറി ഇവർ വിഡ്രോ ചെയ്യുന്ന എനിക്ക് വേണ്ടി ഒരു ഈവനിങ് അതൊന്ന് കാണിക്കാൻ പറ. അതുപോലെ ഒരു കാര്യം കൂടിയാണ്, ഇപ്പോൾ പോലീസിൽ പരാതി നിങ്ങളാണ് ആദ്യം പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൗണ്ടർ കേസിലാണ് കൂടുതൽ നടപടിയും അതൊരു വാർത്തയും മാറുന്നത്. അത് ഏതെങ്കിലും തിടുക്കപ്പെട്ടുള്ള ഒരു നടപടിയായി തോന്നുന്നുണ്ടോ? അതിലെന്തോ ഒരു മൊത്തത്തിലൊരു തട്ടിപ്പായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം നമ്മളാണല്ലോ ആദ്യം കൊടുത്തത്, അതും നമ്മളാണ് ഇതിനകത്ത് ഏറ്റവും ബാധിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ബാധിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ സൈഡിൽ നിന്നാണ് ആദ്യം കേസ് പോയിരിക്കുന്നത്. അത് രജിസ്റ്റർ ചെയ്ത് ഇവരെ പോയി ചോദ്യം ചെയ്ത് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും പേര് ആദ്യം ന്യൂസിൽ വരുന്നു, നമ്മൾ കിഡ്നാപ്പ് ചെയ്തു എന്ന് വരുന്നു. അതെങ്ങനെയാണ് ഒരു തെളിവുമില്ലാത്തൊരു കൗണ്ടർ കേസിന് ഇത്രയും വാല്യൂ?
പോലീസായാലും മീഡിയ ആയാലും എങ്ങനെ കൊടുത്തു എന്ന് എനിക്കറിയില്ല. ഒരു കാര്യം കൂടി ചോദിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു, നിങ്ങൾക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ദിയയ്ക്കെതിരെയോ അച്ഛനെതിരെയോ ഒരു ഗൂഢാലോചന ഉണ്ടാകുന്നു എന്ന് സംശയിക്കുന്നുണ്ടോ? എൻ്റെ അച്ഛൻ രാഷ്ട്രീയത്തിലുള്ള ഒരാളാണ്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായ ഒരു എതിർപ്പ് അച്ഛനോടുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല. ഇവർ ഏത് ജാതിയാണ് ഏത് രാഷ്ട്രീയമാണെന്നത് ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള എൻ്റെ അടുത്ത് ഇവർക്ക് എന്ത് ഗൂഢാലോചന വരാനാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ ആരോടും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, ഇവരോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അപ്പോൾ എൻ്റെ അഗേൻസ്റ്റ് ഇവരെന്തെങ്കിലും ചെയ്തെങ്കിൽ തന്നെ അത് ആരുടെ അറിവോടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഇവരോട് എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും നല്ലപോലെ പെരുമാറിയിട്ടുള്ളത്. എൻ്റെ വീട്ടിലൊക്കെ എന്ത് ഫംഗ്ഷൻ നടന്നാലും എൻ്റെ ഫാമിലി മെമ്പറിനെ പോലെ ഞാൻ വിളിക്കും, വരണം, നമ്മുടെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ ലാസ്റ്റ് എൻ്റെ വളകാപ്പ് ഫംഗ്ഷൻ ഇവരുടെ മൂന്ന് പേരുടെയും വാട്സാപ്പ് ചാറ്റോ അല്ലെങ്കിൽ നമ്മളുള്ള കോളോ നിങ്ങൾ ടാപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ 3 പേരെ മാറി വിളിച്ചിട്ടുണ്ട്, ഫംഗ്ഷന് വരണം, വരാതിരിക്കരുത്. പക്ഷേ 3 പേരും എനിക്ക് തോന്നുന്നു ഇത്രയും ക്രിമിനൽ കേസൊക്കെ നടത്തി വെച്ചേക്കുന്നതുകൊണ്ട് വരാൻ കുറച്ച് പേടിച്ചു. കാര്യം വളകാപ്പ് ഇത്രയും ഒരുപാട് പേര് വരുന്ന ഫംഗ്ഷൻ അല്ലേ, അവിടെ വലിയ വല്ല പോലീസോ ആരെങ്കിലുമൊക്കെ വരുന്നുള്ളൊരു പേടിയിലായിരിക്കും അവർ 3 പേരും വന്നിട്ടില്ല ആ ഫംഗ്ഷന്. 5th മന്തിന് വന്നായിരുന്നു. 5th മന്തിന് അവരുണ്ട്. അവർ 2 പേരുണ്ടായിരുന്നു. വന്നതിൽ ഒരാൾ സ്റ്റേജിൽ കയറി എന്നെ പൂജയൊക്കെ ചെയ്ത് തൊഴുതിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ ജാതിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ സ്റ്റേജിൽ കയറ്റാൻ പോലും നമ്മൾ നിൽക്കത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ അവരെന്താ പറയുന്നത് എനിക്കറിയില്ല. അമ്മയും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്, അമ്മയും അടക്കമുള്ളവരാണ് തട്ടിക്കൊണ്ടുപോവുകയും ഭീഷണിപ്പെടുത്തുകയും കാറിൽ നിർബന്ധിച്ച് കയറ്റുകയും എന്നൊക്കെയാണ് പറയുന്നത്. പറയാന്നുള്ളവർക്ക് എന്തെങ്കിലും ആ പിള്ളേരെ കൊണ്ട് ആരോ പറയിപ്പിക്കുന്നതാണ് അവർ പാവം പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ഇതിനെ നേരിടാൻ തന്നെയാണ് തീരുമാനം കുടുംബം. ഞങ്ങളുടെ സൈഡ് ഇത്രയും സംസാരത്തിൻ്റെയും ഈ ക്വസ്റ്റ്യനിങ്ങിൻ്റെയും ഇത്രയും മീഡിയയുടെയും ഒന്നിൻ്റെ ഒരു ആവശ്യമില്ല. ആ പിള്ളേരുടെ 3 പേരുടെയും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തൊന്ന് നോക്കിയാൽ മാത്രം മതി. ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം അവിടെ ഉണ്ട്. വേറെ ഒന്നും ആരും നോക്കണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവർ പറഞ്ഞ എന്താണ്, മെജോറിറ്റി ഓഫ് ദ പേയ്മെൻറ്റും എന്താ UPI ട്രാൻസാക്ഷൻ ആണ്. അത് അവർ തന്നെ സമ്മതിച്ചൊരു കാര്യമാണ്. ശരി, ഈ UPI ട്രാൻസാക്ഷൻ ക്യാഷായിട്ട് മാറണമെങ്കിൽ ATM നിന്ന് എടുക്കണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. ഒറ്റ 3 പേരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി. ഞാൻ ഇപ്പോഴും പറയാണ്, സത്യം ജയിക്കും. ഞാൻ പറയുന്നില്ലേ, നമുക്ക് തെളിയിക്കേണ്ട ഒരു ആവശ്യമില്ല, ബിക്കോസ് നമ്മളെല്ലാം തെളിയിച്ച് കഴിഞ്ഞു. ഞാൻ ഇപ്പോഴും പറയാണ്, ഇതിൽ നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു കാര്യം പറഞ്ഞില്ലേ എൻ്റെ അടുത്ത്, ഇതിൻ്റെ പിന്നിൽ കുറേ പേരുണ്ട്, ഇതിൻ്റെ പേരിൽ അത് കൂടാതെ ആരൊക്കെ എന്തൊക്കെ പേരുണ്ടായാലും സത്യം ജയിക്കും. എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ വിനോദ്, അമ്മയടക്കം അവരുടെ കയ്യിൽ തെളിവുകൾ സഹിതം തന്നെ അവർ കാണിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും തുടങ്ങിയാൽ ചോദിക്കണമെങ്കിൽ ഓഗസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അഹാന ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ചെയ്തത്? അത് നിങ്ങൾക്ക് ഓസി ചേച്ചി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളിത് ആരെങ്കിലും പിടിക്കില്ലേ എന്ന് പേടിയില്ലായിരുന്നു? അതുണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബം തന്നെ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുകയാണ്. അത് കേസ് ആരോപിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഈ കേസിനാസ്പദമായ കാര്യങ്ങളെല്ലാം തന്നെ ഏത് തരത്തിലാണ് ഉണ്ടായതിൻ്റെ തെളിവ് സഹിതം അവർ കുടുംബം പുറത്തേക്ക് വിടാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു തരത്തിലുമുള്ള ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല, ഒരു തരത്തിലുമുള്ള ഭീഷണി നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ദയയും അമ്മയും എല്ലാവരും പറയുന്നത്. എന്തായാലും കൂടുതൽ മൊഴിയെടുപ്പിൻ്റെയും അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇത് തെളിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിനോദ്, വ്യക്തമാണ്. നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയാണ് ഇപ്പോൾ ജനൻ ടിവിയോട് പ്രതികരിച്ചത്. അവർ അവിടെ ജോലിക്ക് നിന്ന ആളുകളോട് ജാതീയപരമായ ഒരു അധിക്ഷേപവും നടത്തിയിട്ടില്ല, കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ് തനിക്കെതിരെ ഇപ്പോൾ അവർ ഉയർത്തുന്നതെന്നും ദിയ കൃഷ്ണ അഖിൽ പാലോട്ടുമടത്തോട് പറഞ്ഞു. ഒരു നൽകുകയായിരുന്നു അഖിൽ.